ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 ദിവസക്കാലം പാർലമെന്റ് നടന്നില്ല. ഞങ്ങൾ ഒറ്റ ഡിമാൻഡായിരുന്നു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്തത്. അവർ രാജിവെക്കുന്ന പ്രശ്നമില്ലാന്ന് നിലപാടെടുത്തു. അവസാനം ഈ വിദ്യാർത്ഥികളുടെയും യുവതയുടെയും അചഞ്ചലമായ പോരാട്ടത്തിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടവും കൂടിയായപ്പോൾ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു, പിൻവലിച്ചു. അപ്പോൾ നാളെ ഇനിയിപ്പം അവർ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പരീക്ഷാ രീതികൾ കുറ്റമറ്റതാക്കാനും കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചുകൊണ്ടുള്ള ബില്ല് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബില്ലിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, നാളെ മുതൽ അങ്ങോട്ടുള്ള പാർലമെന്റ് സ്ട്രാറ്റജി എങ്ങനെ തീരുമാനിക്കണം എന്നാലോചിക്കാൻ നാളെ രാവിലെ 9:45 കാർഗേജിയുടെ മുറിയിൽ യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ പ്രതിപക്ഷക്കാരുമായിട്ട് ആലോചിച്ച് ഒരു യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമെടുക്കും. ഈ സർക്കാരിനെ ഒരു സംശയവും വേണ്ട, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി സമരം സമാനതകളില്ലാത്ത രീതിയിലാണ് പോലീസ് നേരിട്ടത്. ഡൽഹി പോലീസ്, പട്ടാളം, അതുപോലെ CRPF ഒക്കെ ഒന്ന് നേരിട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്? ആരുടെ നിർദ്ദേശം അനുസരിച്ചാണ്? അമിത്ഷായുടെ നിർദ്ദേശം അനുസരിച്ചാണോ? ഈ ഉത്തരം അദ്ദേഹം നാളെ പാർലമെന്റിൽ പറയാൻ ബാധ്യസ്ഥരാണ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടികളെല്ലാം ശക്തമായിട്ട്, ഈ സമരത്തിൽ ആഭ്യന്തര വകുപ്പ് എടുത്ത നടപടികളെല്ലാം ശക്തമായി ചോദ്യം ചെയ്യപ്പെടും ഈ പാർലമെന്റിൽ. അതിനൊക്കെ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഈ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതോടൊപ്പം ഹൈവാഷായിട്ടുള്ള നടപടികളല്ല വേണ്ടത്, കൃത്യമായിട്ടുള്ള നടപടികളുടെ ക്രമം എന്താണെന്ന് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മറ്റു ഡിമാൻഡുകളുണ്ട്. ആ കാര്യത്തിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ആവശ്യം എപ്പോഴും അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി 2 വീഡിയോ ജെൻസി പോപ്പുലേഷന് വേണ്ടി കൊടുത്തല്ലോ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കളുടെ മൂക്കിന് മുന്നിൽ ഇത്രയും ക്രൂരമായി ഒരു വിദ്യാർത്ഥി വേട്ട നടന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവും പോലും അധികം കാണിച്ചിട്ടില്ല. അതിന് മാപ്പ് പറയുക തന്നെ വേണം. രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആ പോലീസ് അതിക്രമങ്ങളിൽ പാവപ്പെട്ട കുട്ടികളെ പേപ്പട്ടികളെക്കാൾ മോശമായിട്ട് തല്ലിത്തീർക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ ലജ്ജാവഹമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നത്. അത് പറയണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടും. നമ്മൾ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ഉത്കണ്ഠപ്പെടേണ്ട. ഇത് ഉത്കണ്ഠ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും ശക്തി കൂട്ടുന്നത് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്ത്, ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടിൽ എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇഷ്യൂസിനോടാണ് നിലപാട്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന്റെ മാത്രം പോരാട്ടമല്ല. എന്ന് വെച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല അത്തരം കാര്യങ്ങളൊന്നും.